മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും 10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം. സോഷ്യൽ സയൻസ് ഫസ്റ്റ് യൂണിറ്റ് 4 ബ്രിട്ടീഷ് റെസിസ്റ്റൻസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിട്ടീഷ് നയങ്ങളും കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഫസ്റ്റ് 1 ഇൻഡിഗോ റിവോൾട്ട്, നീലം കർഷകരുടെ കലാപം. 2 പെസൻറ്റ് റിവോൾട്ട് ഇൻ കേരള, കർഷക കലാപങ്ങൾ കേരളത്തിലും. 3 സ്ട്രഗിൾസ് ഫ്രം ജംഗിൾസ്, കേരളത്തിലും കാടുകൾ കലാപഭൂമികളാകുന്നു. 4 കുറിച്യ റിവോൾട്ട്, കുറിച്യ കലാപം. 5 ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. അടുത്തത് 6 അഡ്വെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ് ആൻഡ് ദ ഫ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ്, ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും. നമുക്ക് ഓരോ സ്ട്രഗിൾസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുമ്പോൾ നീലം കർഷകരുടെ അവസ്ഥയെക്കുറിച്ചാണ്. അതായത് നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. തുണി വ്യവസായത്തിൻ്റെ വളർച്ച നീലത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ഇനിയും നീലം കൃഷി വ്യാപകമാക്കാൻ ബ്രിട്ടീഷ് വ്യവസായികൾ കർഷകർക്ക് പണം മുൻകൂറായി നൽകി. ഇനി ഓരോ കർഷകനും കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലപുഷ്ടമായ ഭാഗത്ത് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതനായി. ഇനിയും ഭക്ഷ്യവിളകൾ കൃഷി ചെയ്ത പ്രദേശം പോലും നീലം കൃഷിക്കായി മാറ്റിവെച്ചു. വിളവെടുപ്പ് സമയത്ത് നീലത്തിന് ബ്രിട്ടീഷ് ഏജൻറ്റുമാർ കുറഞ്ഞ വില മാത്രം നൽകി. തുണികൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ നീലത്തിന് ആവശ്യക്കാരില്ലാതായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് 1859 അതായത് 1859 ബംഗാളിൽ നീലം കർഷകർ കലാപം ആരംഭിക്കുന്നത്. അതായത് 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് പോലും നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശത്തെത്തി കർഷകർക്ക് കൂടുതൽ പ്രചോദനം നൽകി. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു. ഈ നീലം കൃഷി ലാഭകരമല്ലാത്തതിനാൽ ഇവ അവസാനിപ്പിക്കാനും ആ കമ്മീഷൻ തീരുമാനിച്ചു. അതായത് in 1859 the farmers of Bengal organized themselves and declared that they were giving up indigo cultivation. കാരണം ലാഭകരമല്ലാത്തതിനാൽ ഇൻഡിഗോ കൾട്ടിവേഷൻ ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. They attacked indigo factories with bows, arrows, swords and spears. Then several women also participated in the revolt. The writers excommunicated the British supporters and those who worked the British. Then hearing the news from several educated people from Calcutta raised the revolt across and extended their support. കാരണം നിരവധി വിദ്യാസമ്പന്നരായ ആൾക്കാർ പോലും ഇതറിഞ്ഞ് ഈ പ്രദേശത്തേക്ക് എത്തി. The revolt had strong effect on the government. The government immediately appointed a commission to study problem of indigo farmers. പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയമിച്ചു. കാരണം ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു. എന്നിട്ട് അവർ അവസാനം കണ്ടെത്തിയ സൊല്യൂഷൻ ദ കമ്മീഷൻ ഫൗണ്ട് ദാറ്റ് ഇൻഡിഗോ ഫാമിംഗ് വാസ് അൺഎക്കണോമിക് ആൻഡ് പ്രൊപ്പോസ്ഡ് ടു സ്റ്റോപ്പ്. കാരണം നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ തീരുമാനിച്ചു. കാരണം അതിനുള്ള പ്രധാന പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് തുണികൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഏതിനാവശ്യക്കാരില്ലാതായി? നീലത്തിന് ആവശ്യക്കാരില്ലാതായി. ഈ ഒരു സാഹചര്യമാണ്
എന്ത് സംഭവിക്കുന്നത്, അതായത് ഈ ഇൻഡിഗോ റിവോൾട്ടിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കോസസ് ഓഫ് ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ റിവോൾട്ടിൻ്റെ കോസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്ന പോയിൻറ്റ്സ് ശ്രദ്ധിച്ചെഴുതിയെടുക്കണം. ഫസ്റ്റ് വൺ, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ ചൂഷണം. നെക്സ്റ്റ്, മിസറീസ് ഓഫ് ഫാമേഴ്സ്, കാരണം ഈ കർഷകരുടെ ദുരിതങ്ങൾ. ലോവർ പ്രൈസ് ഓഫ് ഇൻഡിഗോ, കാരണം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഇൻഡിഗോയ്ക്ക് എന്താണ്, വളരെ ചീപ്പ് റേറ്റാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇൻ 1859 ബംഗാൾ ഫാമർ ഡിക്ലൈർഡ് ദാറ്റ് ദേ വർ ഗിവിങ് അപ്പ് ഇൻഡിഗോ കൾട്ടിവേഷൻ. അതുകൊണ്ടാണ് ഇൻഡിഗോ കൾട്ടിവേഷൻ ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ, സ്ത്രീകളുടെ നല്ല ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് പോയിൻറ്റ്, അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മീഷൻ, അതായത് ഇൻഡിഗോ ഫാമിംഗ് വാസ് അൺഎക്കണോമിക് ആൻഡ് പ്രൊപ്പോസ് ടു സ്റ്റോപ്പ് ഇറ്റ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർഷക കലാപങ്ങൾ കേരളത്തിലും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാപ്പിള കലാപങ്ങളാണ്. അതായത് മാപ്പിള റെബലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ദ ഫാമേഴ്സ് ഓഫ് സൗത്ത് മലബാർ വെയർ ടെനൻസ് ഹു കൾട്ടിവേറ്റഡ് ദ ലാൻഡ് ഒബ്റ്റൈൻഡ് ടു ലീസ് ഫ്രം ലാൻഡ് ലോഡ്സ്. Most of these tenants were Mappilas. Mappilas means Muslims in Malabar known as Mappilas. So these struggles that happened 19th century are known as Mappila Rebellion. ഇത് റൈറ്റ് എ നോട്ട് അബൌട്ട് കുറിപ്പ് എഴുതാനായിട്ടും വരും. മാപ്പിള റെബല്യൻ വരുന്നതാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടുകൂടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് ഈ കലാപങ്ങൾ മലബാർ പ്രദേശത്ത് നടക്കുന്നത്. ഇനിയും ഉടമകളായിരുന്ന ജന്മിമാരിൽ നിന്ന് സ്ഥലം അവർ ലീസ് മീൻസ് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് പാട്ടക്കുടിയന്മാരായിരുന്നു. അപ്പോൾ മലബാറിലെ മുസ്ലിങ്ങളെയാണ് മാപ്പിളമാർ എന്ന് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് തെക്കേ മലബാറിലെ കർഷകർ, ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നോട്ട് കുറിക്കാൻ വരുന്നതാണ്. ഏതാണ്ട് 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ്, അതായത് MSP എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു. അപ്പോൾ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന ഈ കലാപങ്ങൾക്ക് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അവിടെ ഏതാണ്ട് 22ഓളം കലാപങ്ങൾ റെബല്യൻ മലബാറിലുണ്ടായി. അപ്പോൾ എന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചപ്പോൾ ഇതിനുള്ള റീസൺ കണ്ടെത്തിയത് എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ. ഏത് കമ്മീഷനാണ്? ലോഗൻ കമ്മീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണത് കേട്ടോ. അതായത് അറൗണ്ട് 22% റിവോൾട്ട് ടുക്ക് മലബാർ, അതായത് 22ഓളം കലാപങ്ങൾ മലബാർ പ്രദേശത്തുണ്ടായി. ഇതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ടു സപ്രസ് ദീസ് റിവോൾട്ട് ബ്രിട്ടീഷ് റൈറ്റ് സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ നെയിംഡ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മലബാർ സ്പെഷ്യൽ പോലീസ് ഓർ MSP. ടു എൻക്വയർ അബൌട്ട് ദ ഫ്രീക്വൻറ്റ് റിവോൾട്ട് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ഒരു കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷൻ്റെ പേരെന്താണ്? വില്യം ലോഗൻ കമ്മീഷൻ. ദ കമ്മീഷൻ പോയിൻ്റ് ഔട്ട് ദ കോസ് ഓഫ് ദ സ്ട്രഗിൾ വാസ് അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം ബ്രിട്ടീഷ്. അതായത് എന്താണ് കാരണമെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതായത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ മലബാർ റെബല്യൻ നോട്ട് കുറിക്കാൻ ചോദിക്കും. നെക്സ്റ്റ് വി ഡിസ്കസ് സ്ട്രഗിൾസ് ടൗൺസ് ജംഗിൾസ്. കാടുകൾ കലാപഭൂമിയാകുന്നതാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക്. ആ ടോപ്പിക്കിൻ്റെ ആദ്യം തന്നെ ഒരു വായനാക്കുറിപ്പ് റീഡിംഗ് മെറ്റീരിയൽ നൽകിയിട്ടുണ്ട്. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ ജീവിച്ചു വന്ന സാന്താൾ ഗോത്ര ജനത 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ സാന്താൾ ഗോത്ര ജനത അനുഭവിച്ച
ദുരിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സന്താൾ വിഭാഗം വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിച്ച ഒരു വിഭാഗമായിരുന്നു. ഇനി ബ്രിട്ടീഷ് ആധിപത്യം അവരുടെ പരമ്പരാഗത ട്രഡീഷണൽ ജീവിത രീതിയെ തന്നെ തകിടം മറിച്ചു. അതോടൊപ്പം തന്നെ സെമിന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈക്കലാക്കി. ഇനി ബ്രിട്ടീഷുകാർ റെയിൽവേ നിർമ്മാണത്തിനായി സന്താൾ ജനതയെ ഉപയോഗിക്കുകയും കൂലി നൽകാതിരിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് സന്താൾ ജനത എന്തിനു തുടങ്ങിയത്? കലാപത്തിന് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദ ട്രൈബ്സ് ബിക്കം ദ വിക്ടിംസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. ഈ ഗോത്ര വിഭാഗമാണ് ബ്രിട്ടീഷ് റൂളിൻ്റെ വിക്ടിംസ്. ഇനി ഇവർ ഗ്യാതറിങ്സ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, കാറ്റൽ റെയറിംഗ്, ഷിഫ്റ്റിംഗ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഹണ്ടിങ് were their major means of livelihood. The Forest Act imposed by the British ruled their life miserable. കാരണം പുതിയ ഫോറസ്റ്റ് ആക്ട് ഇവരുടെ ജീവിതം എന്താണ്? വളരെ ദുരിതമാക്കി. They were prohibited to enter forest. Then the British declared forest as protected. Then the forests that were abandoned with the trees required by the British were declared protected forests. The British widely felled the trees, forest their railway lines and built ships and for plantation. The British levied tax and higher rates of the forest produce collected by the tribes. This situation led tribes fight against British. കാരണം ഈ ട്രൈബ്സ്, ബ്രിട്ടീഷ് ജനതയുടെ ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ട്രൈബ്സാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ അവരുടെ ഫോറസ്റ്റ് ആക്റ്റാണ്. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഫോറസ്റ്റ് ആക്ട്, വന നിയമങ്ങൾ ഈ ട്രൈബ്സിൻ്റെ ജീവിതം വളരെ മിസറബിളാക്കി. വനങ്ങളെ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. മാത്രമല്ല ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചത്. ഇനി അവിടെ കപ്പൽ നിർമ്മാണം, റെയിൽവേ നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ ധാരാളം മരങ്ങൾ മുറിച്ചിരുന്നു. അപ്പോൾ തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. അപ്പോൾ ഗോത്ര ജനത ശേഖരിച്ചിരുന്ന ഫോറസ്റ്റ് അവരുടെ വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഹൈ ടാക്സ് ഇമ്പോസ് ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. നെക്സ്റ്റ് വി ഡിസ്കസ് കുറിച്യ റെബല്യൻ, കുറിച്യ റിവോൾട്ട്. കുറിച്യ കലാപത്തെക്കുറിച്ചാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ട്രൈബൽ റെബല്യൻ, ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്യ റിവോൾട്ട് വാസ് അനദർ ട്രൈബൽ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ കുറിച്യ ആൻഡ് കുറുമ്പ ട്രൈബ്സ് ഓഫ് വയനാട്. കുറിച്യ, കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട വയനാട്ടിലെ ട്രൈബ്സ് നടത്തിയ റിബല്യനാണ്. ഇനി നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് എന്താണ് ഈ കുറിച്യ കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട കലാപത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായും 3 കാരണങ്ങളാണ്, റീസൺസ് ആണ് അവിടെ പറയുന്നത്. എക്സാമിൻ വാട്ട് ആർ ദ റീസൺസ് ഓഫ് കുറിച്യ റിവോൾട്ട്. ഫസ്റ്റ് പോയിന്റ്, ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ അമിതമായ നികുതി ചുമത്തിയതാണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, കമ്പൽഷൻ ഓഫ് പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. അതായത് ടാക്സ് പണമായിട്ട് തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചു. ദെൻ തേർഡ് പോയിന്റ്, സീസിങ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അതായത് ടാക്സ് അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇനി ഈ കുറിച്യ റിവോൾട്ടിൻ്റെ ലീഡർ എന്ന് പറയുമ്പോൾ രാമനമ്പിയാണ്. റിവോൾട്ട് ലെഡ് ബൈ കുറിച്യ ലീഡർ രാമനമ്പി. Several people other than tribes also joined the struggle. British government suppressed the struggle and killed Ramanambi. Then T.H. Babar and then the sub-collector of Thalassery recorded, if the writers could resist one more month, they could control the entire state. അതായത് ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. അതോടൊപ്പം തന്നെ അന്നത്തെ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന T.H. ബാബർ ഈ റെബലിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 മാസം കൂടെ പിടിച്ചു നിൽക്കാൻ ഈ
കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം തന്നെ അവരുടെ നിയന്ത്രണത്തിൽ ആകുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി ശ്രദ്ധിക്കേണ്ടത് സാന്താൾ റെബല്യൻ, കുറിച്യ റെബല്യൻ മാത്രമല്ല, 19th സെഞ്ച്വറിയിൽ സാന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ ധാരാളം ഗോത്ര കലാപങ്ങൾ, ട്രൈബൽ റെബല്യൻസ് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. അവയെക്കുറിച്ച് നമുക്ക് ഇനി നോക്കാം ഏതെല്ലാമാണെന്ന്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദ അതർ റെബല്യൻസ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ പഹാരിയ റെബല്യൻ, ദെൻ സെക്കൻഡ് വൺ കോൾഡ് റെബല്യൻ, തേർഡ് വൺ ഖാസി റെബല്യൻ, ദെൻ ഫോർത്ത് വൺ ഭീൽ റെബല്യൻ, ദെൻ ഫിഫ്ത്ത് വൺ മുണ്ട റെബല്യൻ. ഇമ്പോർട്ടൻ്റ് ആണത്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഗോത്രവിഭാഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും വളരെ തീവ്രവും നിരന്തരവും ആക്രമണ ഉത്സവമായ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരമാണ് ഇല്ലിട്രേറ്റായ, അതായത് നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ഗോത്ര ജനതയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ നമുക്കിവിടെ നിന്ന് വേറൊരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. റീസൺസ് ഓഫ് കുറിച്യ റിവോൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ പോയിൻറ്റ്സ് പറഞ്ഞു തന്നു, ഒന്നുകൂടെ ഞാനൊന്ന് പറയുന്നു, ശ്രദ്ധിക്കുക. കുറിച്യ revolt was a tribal resistance against the British. It was organized the Kurityas and Kurumbas tribes. വയനാട് 1812 ആണ് വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എൻ്റെ റീസൺസിനെ കുറിച്ച് പറയുമ്പോൾ imposition of excessive tax by the British, then compulsion of paying tax in cash, then seizing of agricultural land for non-payment of tax, then ഈ റിവോൾട്ട് അതിൻ്റെ ലീഡർ എന്ന് പറയുമ്പോൾ റിവോൾട്ട് വാസ് ലെഡ് ബൈ രാമനമ്പി. ഇനി അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ട്രൈബൽ റിവോൾട്ട്സ് ബ്രോക്ക് അബൌട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ആണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ഡിസ്കസ് ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ തകർച്ചയെക്കുറിച്ചാണ് നമ്മൾ ഇനിയും മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള റീസൺസ് ആണ്. വാട്ട് ആർ ദ കോസസ് ഓഫ് ദ ഡിക്ലൈൻ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി? ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ മെഷീൻ മെയ്ഡ്, യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അതിൻ്റെ ഡിക്ലൈൻ, അതിൻ്റെ തകർച്ചയുടെ പ്രധാന കാരണം. ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ വാസ് ദ മേജർ റീസൺ ഓഫ് ദ റൂയിൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽ ഇമ്പോർട്ടൻറ്റ് ഫ്രം ബ്രിട്ടൻ കുഡ് സോൾഡ് ഈസിലി ഫോർ ദേവർ ചീപ്പ്. അതായത് മെഷീൻ മെയ്ഡ് ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന മെഷീൻ മെയ്ഡ് തുണിത്തരങ്ങൾക്ക് വില കുറവായതിനാൽ വളരെ വേഗം അത് വിറ്റഴിക്കുന്നതിനും സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ അനദർ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് വളരെ കാരണമായി. കാരണം എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ വാസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ പിന്നെന്താണ്, ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഫോഴ്സ്ഡ് വീവേഴ്സ് ടു വർക്ക് ദ ലോ വേജസ് ആൻഡ് ടു എക്സ്ചേഞ്ച് പ്രോഡക്ട്സ് ഓഫ് ദ ചീപ്പ് റേറ്റ്. വീവേഴ്സ് ഗേവ് അപ്പ് ദെയർ വർക്ക് മാസീവ്ലി ഡ്യൂ ടു എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ടോർച്ചർ ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. കാരണം ഈ ഇവരെന്താണ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ടോർച്ചർ, ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ വീവിങ്, നെയ്ത്ത് ജോലി ഉപേക്ഷിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറാനും അതോടൊപ്പം തന്നെ കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാനും ബ്രിട്ടീഷുകാർ എംപ്ലോയീസിനെ നിർബന്ധിച്ചു. ഇത് കാരണം അവരെന്ത് ചെയ്തു, മറ്റു പല ജോലികൾ തേടി പോവുകയും ചെയ്തു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഇമ്മീഡിയറ്റ് റിഫ്ലക്ഷൻ ഓഫ് ദ ഡിക്ലൈൻ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വാസ് ഫൗണ്ട് അർബൻ ഏരിയാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ഫസ്റ്റ് റിഫ്ലക്ഷൻ നമ്മൾ കണ്ടത് എവിടെയാണ്? അർബൻ ഏരിയാസ് ആണ്. അർബൻ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? നഗരപ്രദേശങ്ങളാണ്. പ്രത്യേകിച്ച് മുർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി.
ഇനി അതോടൊപ്പം കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരുന്നവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം എന്താണ്? കൃഷിഭൂമി ചെറിയ ചെറിയ തുണ്ടുകളായി മാറി. ഇനി അതോടൊപ്പം ഉൽപാദന മുരടിപ്പായിരുന്നു ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. അപ്പോൾ ഗ്രാമങ്ങളിലെ കരകൗശല വ്യവസായങ്ങളുടെ സ്ഥിതിയൊന്നും ഇതിലും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. കാരണം ദ സ്റ്റേറ്റ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ്, ദ വില്ലേജ് വാസ് നോട്ട് ഡിഫറെൻറ്റ് അബൌ ദ ഫോളോയിങ് ടേബിൾ. നമുക്കൊരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് വില്ലേജ് ഇൻഡസ്ട്രീസും കോസ് ഓഫ് ഡിക്ലൈനുമാണ്. ഗ്രാമീണ വ്യവസായങ്ങളും അവയുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെക്കുറിച്ചുമാണ്. ഫസ്റ്റ് വൺ, പോട്ടറി. പോട്ടറി നിർമ്മാണം തകർച്ചയ്ക്കുള്ള കാരണം. പോട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? മൺപാത്ര നിർമ്മാണം. പോട്ടറിയുടെ തകർച്ചയുടെ പ്രധാന ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ഓഫ് അലുമിനിയം വെസൽസ്, അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി. ദെൻ സെക്കൻഡ്, ടാനിങ്. ടാനിങ് എന്ന് പറയുമ്പോൾ തുകൽപ്പണിയാണ്. അതിനുള്ള തകർച്ചയുടെ കാരണം എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു യൂറോപ്പ്. അസംസ്കൃത വസ്തുവായ തുകലിനെ എവിടെയൊക്കെ കയറ്റുമതി ചെയ്തു? യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. നെക്സ്റ്റ്, കാർപ്പൻട്രി. കാർപ്പൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്? മരപ്പണി. യൂസ് ഓഫ് മെഷീൻ മെയ്ഡ് ടു മെറ്റൽസ്, അതായത് ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗമാണ്. അപ്പോൾ ദ റൂയിൻസ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഇന്ത്യ ടു ഫാമിൻ ആൻഡ് ഡെത്ത് ഓഫ് ദ സ്റ്റാർവേഷൻ. ലാക്ക് ഓഫ് പീപ്പിൾ ഡൈഡ് ഫാമിൻ. കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിൻ്റെയും തകർച്ച ക്ഷാമങ്ങളിലേക്കും, ക്ഷാമം എന്ന് പറയുമ്പോൾ ഫാമിൻ, ക്ഷാമങ്ങളിലേക്കും പട്ടിണിയിലേക്കുമായി ഇന്ത്യയെ തള്ളിവിട്ടത്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷാമത്താൽ മരണമടയുകയും ചെയ്തു. അപ്പോൾ നമുക്കിവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ പറയുന്നു. ഫസ്റ്റ്, എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ്. ദെൻ നെക്സ്റ്റ്, ദ എക്സ്പാൻഷൻ ഓഫ് റെയിൽവേസ്. ദെൻ നെക്സ്റ്റ്, ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ്. നെക്സ്റ്റ്, ഇമ്പോസിഷൻ ഓഫ് ഹെവി ടാക്സ്. അടുത്തത്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ടോർച്ചർ ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് വില്ലേജ് ഇൻഡസ്ട്രീസ്, എ കോസ് ഓഫ് ഡിക്ലൈന്. പോട്ടറി, പോട്ടറിയുടെ ഇമ്പോർട്ട് ഓഫ് അലുമിനിയം വെസൽസ്. ടാനിങ്, എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു യൂറോപ്പ്. ദെൻ കാർപ്പൻട്രി, യൂസ് ഓഫ് മെഷീൻ മെയ്ഡ് മെറ്റൽസ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ അഡ്വെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ് ആൻഡ് റൈറ്റ് ഓഫ് വർക്കേഴ്സ്. ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും കുറിച്ചാണ്. ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റ് സ്റ്റാർട്ടഡ് മോഡേൺ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ 19th century ബട്ട് ദ നമ്പർ വാസ് ലിമിറ്റഡ്. കാരണം 19th centuryയിലെ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ മോഡേൺ ഇൻഡസ്ട്രീസ് ആരംഭിച്ചു, പക്ഷേ അത് വളരെ ലിമിറ്റായിരുന്നു. പ്രധാനപ്പെട്ട അവർ സ്ഥാപിച്ചത് പ്ലാന്റേഷൻ ആയിരുന്നു. ദ പ്ലാന്റേഷൻ ഇൻഡസ്ട്രി വാസ് ദ ഫസ്റ്റ് എമംഗ്. പ്ലാന്റേഷന് ശേഷം പിന്നീട് വരുമ്പോൾ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? ഇൻഡസ്ട്രീസ് ലൈക്ക് ടെക്സ്റ്റൈൽ, ജൂട്ട്, സ്റ്റീൽ ആൻഡ് പേപ്പർ എസ്റ്റാബ്ലിഷ്ഡ്. ദ ലേബേഴ്സ് ഓഫ് ദീസ് ഇൻഡസ്ട്രീസ് എക്സ്പ്ലോയിറ്റഡ്. ദർ കണ്ടീഷൻ വാസ് എക്സ്ട്രീംലി പതറ്റിക്. കാരണം ഇവിടെ ഈ വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിനെതിരെയായി. ഇനി അവരുടെ ഈ തൊഴിലാളികളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ പതറ്റിക്കാണ്, വളരെ ശോചനീയമായ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റ് എക്സ്പ്ലോയിറ്റഡ് ഇന്ത്യൻ ലേബേഴ്സ്. എക്സാമിൻ ദ വാലിഡിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്തു. ഏതൊക്കെയാണെന്ന്? ഫസ്റ്റ് വൺ, ഒന്നെന്ന് പറയുമ്പോൾ പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം. സെക്കൻഡ് വൺ, ലോ വേജസ്, കുറഞ്ഞ കൂലി. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ, അൺഹെൽത്തി അക്കോമഡേഷൻ, അതായത് അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ. ഈ കാരണങ്ങളാണ്. മാത്രമല്ല ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? 19th century നോ ട്രേഡ് യൂണിയൻ ഇൻ ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം. പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ ഒന്നും ആ കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു. മാത്രമല്ല വർക്കേഴ്സ് അജിറ്റേറ്റഡ് വെൻ ദേ സഫേർഡ് എക്സ്ട്രീം എക്സ്പ്ലോയിറ്റേഷന്. ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളില്ലായിരുന്നെങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ, എക്സ്പ്ലോയിറ്റേഷൻ സഹിക്കാൻ കഴിയാതെ തൊഴിലാളികൾ അജിറ്റേഷൻ, പ്രക്ഷോഭണങ്ങൾ നടത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 അജിറ്റേഷനാണ് ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക് ആൻഡ് കൽക്കട്ട ജൂട്ട് മിൽ സ്ട്രൈക്ക് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സച്ച് അജിറ്റേഷൻസ്. അതായത് പ്രക്ഷോഭണങ്ങളെ പ്രധാനപ്പെട്ട 2 ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ ജൂട്ട് തൊഴിലാളികളുടെയും സമരമാണ് ഇതിൽ വന്നിരിക്കുന്നത്.
അപ്പോൾ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ ജനവിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അസൈൻമെൻറ്റ് വർക്കുകളും തന്നിരുന്നു. വീണ്ടും ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിക്കുന്നു, അതായത് നമ്മുടെ അസൈൻമെൻറ്റുകൾ, ഇന്നത്തെ അസൈൻമെൻറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, കോസസ് ഓഫ് ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ റിവോൾട്ടിൻ്റെ കോസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഞാനിത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, മാപ്പിള റെബല്യൻ, അതായത് പെസൻറ്റ് റിവോൾട്ട് ഇൻ കേരള, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് ഓഫ് സന്താൾസിൻ്റെ ചെറുത്തുനിൽപ്പുകൾ, സന്താൾ റെബല്യൻ 1855. നെക്സ്റ്റ്, കുറിച്ച റിവോൾട്ട് എന്ന് പറയുമ്പോൾ 1812 ആണ്. കുറിച്ച റിവോൾട്ട് വാസ് ദ ട്രൈബൽ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ കുറിച്യാസ് ആൻഡ് കുറുമ്പ്യ ട്രൈബ്സ് ദ വയനാട്. 1812 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നമ്മൾ പഠിച്ചു റീസൺസ് ഓഫ് കുറിച്ച റിവോൾട്ടിൻ്റെ റീസൺസ് പഠിച്ചു. പ്രധാനപ്പെട്ട 4 പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ബ്രിട്ടീഷ്. ദെൻ കമ്പൽഷൻ ഓഫ് പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. ദെൻ സീസിങ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. നെക്സ്റ്റ്, റിവോൾട്ട് വാസ് ലെഡ് ബൈ ആരാണ്? രാമനമ്പി. അടുത്ത പിന്നെ നമ്മൾ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ട്രൈബൽ റിവോൾട്ട്സ് ബ്രോക്ക് അബൌട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വിവിധ റിവോൾട്ടിനെ കുറിച്ചാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ശ്രദ്ധിക്കുക. സന്താൾ റിവോൾട്ട്, കുറിച്ച റിവോൾട്ട്, പഹാരിയ റിവോൾട്ട്, കോൾ റെബല്യൻ, ദെൻ ഖാസി റെബല്യൻ, ഭീൽ റെബല്യൻ, മുണ്ട റെബല്യൻ. അത് 7 എണ്ണമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന അസൈൻമെൻ്റ് അടുത്തത് ഡിക്ലൈൻ ഓഫ് വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണ്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഡിക്ലൈൻ്റെ പ്രധാനപ്പെട്ട 5 പോയിൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽ. സെക്കൻഡ് പോയിൻറ്റ്, എക്സ്പാൻഷൻ ഓഫ് റെയിൽവേസ്. തേർഡ് പോയിൻറ്റ്, ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ്. നെക്സ്റ്റ്, ഇമ്പോസിഷൻ ഓഫ് ഹെവി ടാക്സ്. നെക്സ്റ്റ് പോയിൻറ്റ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ടോർച്ചർ ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. അടുത്ത പിന്നെ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, വില്ലേജ് ഇൻഡസ്ട്രീസും അത് ഡിക്ലൈൻ ആകാനുള്ള കോസസുമാണ്. പ്രധാനമായും ഫസ്റ്റ് വൺ, പോട്ടറിയുടെ ഇമ്പോർട്ട് ഓഫ് അലുമിനിയം വെസൽസ്. സെക്കൻഡ് വൺ, ടാനിങ്, എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു യൂറോപ്പ്. നെക്സ്റ്റ്, കാർപ്പൻട്രി, യൂസ് ഓഫ് മെഷീൻ മെയ്ഡ് മെറ്റൽസ്. പിന്നെ നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയത് ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് എക്സ്പ്ലോയിറ്റഡ് ദ ഇന്ത്യൻ ലേബേഴ്സ്, എക്സാമിൻ ദ വാലിഡിറ്റി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയതാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. തന്നിരിക്കുന്ന എല്ലാ അസൈൻമെൻറ്റ് വർക്കുകളും കൃത്യമായി നോട്ട്ബുക്കിൽ എഴുതി എനിക്ക് തരികയും വേണം. ഓക്കെ.